ചെന്നൈ പുനമല്ലിയിൽ നിന്നാണ് നമുക്കൊപ്പം മനീഷ് മൂർത്തി ചേരാൻ പോകുന്നത്. തമിഴ്നാട്ടിലും ഈ പാചകവാതക പ്രശ്നം ഗുരുതരമാണോ എന്നറിയാൻ മനീഷ് നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. മനീഷ് മൂർത്തി, അവിടെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ചെന്നൈ നഗരത്തിലൊക്കെ എന്താണ് അവസ്ഥ? ഈ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി ഈ നഗരത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഓരോ ദിവസം കഴിയും തോറും പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഹോട്ടലുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പാചകവാതകത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് പലരും വിറകടുപ്പിലേക്കൊക്കെ മാറുന്നു, ഇൻഡക്ഷൻ സ്റ്റൗകളിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും മുൻപോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് എല്ലാവരും. ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഇത്തരം ചെറിയ ചായക്കടകളെയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ചെന്നൈയിലാണെങ്കിലും ഏറ്റവും അധികം ചെറിയ ചായക്കടകളുള്ള സ്ഥലമാണ്. മാത്രമല്ല, ഏറ്റവും അധികം മലയാളികളുടെ ചായക്കടകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ചെന്നൈ നഗരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പൂനമല്ലിയിലെ ഒരു ചായക്കടയിലാണ്. ബിവീഷ് എന്ന് പറയുന്ന ബിവീഷിൻ്റെ കടയിലാണ്. ബിവീഷിനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ മുൻപോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. അതൊരു ചോദ്യം തന്നെയാണ്. ബിവീഷ്, എന്താണ് നിലവിലുള്ള ഒരു അവസ്ഥ? ഇപ്പം സിലിണ്ടർ ഇല്ലാതെ 2-3 ദിവസം പലഹാരങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഗ്യാസ് റെഗുലറായി സപ്ലൈ ചെയ്യുന്ന ആൾ എവിടുന്ന് ഒരു 5-6 കിലോ ഗ്യാസ് തന്നതുകൊണ്ട് ഇന്ന് വീണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്ക് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അതുപോലെ കൂടുതൽ വില കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. കൂടുതൽ വില എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു എമൗണ്ടും കൂടിയാണ്. കാരണം സൗഹൃദത്തിൻ്റെ പുറത്താണ് ഇത് തരുന്നത്. നമുക്ക് എത്ര വിലയാലും കുഴപ്പമില്ല, കട അടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ലാണ്. പിന്നെ സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. റെഗുലർ കസ്റ്റമറാണ്. അത് കാരണം നമുക്ക് റെഗുലറായിട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് സാധനം കൊടുക്കാനും പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ചില പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇതിനി എത്ര ദിവസം ഈ പ്രശ്നം തുടരുന്നുള്ളതും വലിയൊരു വിഷയമാണ്. പരിചയമുള്ള കുറേ ആളുകളുടെ കട പൂട്ടി തന്നെ കിടക്കുകയാണ്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഓടിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഇതായിട്ട് കാണുന്നത്. കൊമേഴ്സ്യൽ സെൻറ്റർ ബുക്ക് ചെയ്തിരുന്നു അടുത്തന്നെ? അല്ല, കൊമേഴ്സ്യൽ സെൻറ്റർ നമ്മൾ സാധാരണ ബുക്ക് ചെയ്യേണ്ടി വരാറില്ല. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഇതാണ്. നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ പിറ്റേ ദിവസങ്ങളിൽ കൊണ്ടുവരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ വിളിച്ച് പറഞ്ഞാൽ അവർ ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മളൊരു റെഗുലർ വരുന്ന ഒരാളാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അത് കാരണമാണ് എവിടുന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സിലിണ്ടർ തന്നത്. പക്ഷേ പൊതുവെ ഭയങ്കര കഷ്ടമാണ്. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇത് വലിയ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ കിട്ടിയ കുറച്ച് കിലോ ഗ്യാസ് ഇന്നലെ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഈ പറഞ്ഞ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 ദിവസങ്ങളായി എണ്ണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ സമാനമായ രീതിയിലാണ് പല കടകളുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പല കടകളും പൂട്ടി, പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന പല കടകളും പൂട്ടുന്ന ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഹോട്ടലുകളാണെങ്കിൽ വിറകടുപ്പിലേക്കുമൊക്കെ അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗകളിലേക്കുമൊക്കെ മാറുന്ന ഒരു നിലയുണ്ട്. പക്ഷേ അത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും ഇത്തരം ചെറുകിട കടകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. വീടുകൾ നമ്മൾ ഇന്നലെ പല വീടുകളുമായി സംസാരിച്ചു, പല വീടുകളിലെ കുടുംബങ്ങളുമായി നമ്മൾ സംസാരിച്ചു. ഒരു 10-15 ദിവസത്തേക്കുള്ള ഗാർഹിക സിലിണ്ടറുകൾ പലയിടങ്ങളിലും ഉണ്ട്, അല്ലെങ്കിൽ അത്ര ഉണ്ട്, ഗ്യാസ് ഉണ്ട്. എന്തായാലും ആ നിലയിലേക്ക് കൂടി ഒരുപക്ഷെ 10 ദിവസം കൂടി സമാനമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ അടുക്കളകളിലേക്ക് കൂടി ഇത് വലിയ തോതിൽ ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്നലെ സംസാരിച്ച അവരൊക്കെ ആ രീതിയിലാണ് പറയുന്നത്. എന്തായാലും സ്കെയിൻ ഓരോ ദിവസം കഴിയുന്തോറും പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു നിലയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.